പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയുടെ സമാധാനത്തിനായുള്ള ആഹ്വാനത്തിന് ദൃഢമായി പിന്തുണ പ്രഖ്യാപിച്ച് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി. മിഡിൽ ഈസ്റ്റിലും ഇറാനിലും സംഘർഷങ്ങളും സംഘടനകളും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പരിശുദ്ധ പിതാവിന്റെ ഈ ആഹ്വാനം അത്യന്താപേക്ഷിതമായ പ്രത്യാശയുടെ ദീപസ്തംഭമായി മാറുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സമാധാന പ്രാർത്ഥനയുടെ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്ന സമാധാനത്തിന്റെ ഒരു യഥാർത്ഥ മാർഗമായി പാപ്പ നിലകൊള്ളുന്നുവെന്നും CBCI പ്രസ്താവനയിൽ കുറിച്ചു. പാപ്പയ്ക്കെതിരെ ഡൊണാൾഡ് ട്രംപ് നടത്തിയ നിരുത്തരവാദിത്വപരമായ പരാമർശങ്ങളെ CBCI ശക്തമായി അപലപിച്ചു. പരിശുദ്ധ പിതാവിനെക്കുറിച്ചുള്ള ട്രംപിന്റെ അനാവശ്യവും അപമാനകരവുമായ പരാമർശങ്ങൾ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്കെതിരായ അപമാനമാണ്. കൂടാതെ സ്വയം യേശുവിനെ പോലെ ചിത്രീകരിക്കുന്ന AI ചിത്രത്തിന്റെ പോസ്റ്റ് ട്രംപ് പങ്കുവച്ചതും CBCI കർശനമായി അപലപിക്കുന്നു. ഇത്തരം ചിത്രീകരണങ്ങൾ വെറും അരോചകരം മാത്രമല്ല, ദൈവികതയെ പരിഹസിക്കുന്നതാണെന്നും മെത്രാൻ സമിതി ചൂണ്ടിക്കാട്ടി. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പാപ്പയുടെ നൈതിക കടമയിൽ തങ്ങൾ പൂർണ്ണ പിന്തുണയോടെ പങ്കുചേരുന്നുവെന്ന് CBCI പ്രസിഡന്റ് കർദിനാൾ ആന്റണി പൂള പറഞ്ഞു. ട്രംപ് നടത്തിയ അപമാനകരമായ പരാമർശങ്ങളും അദ്ദേഹം പങ്കുവച്ച അനാദരവായ AI ചിത്രവും അംഗീകരിക്കാനാവാത്തതാണ്. അവ വിശ്വാസികളുടെ മതവികാരങ്ങളെ ആഴത്തിൽ വേദനിപ്പിക്കുന്നു. യഥാർത്ഥ നേതൃപാടവം വിനയത്തിലും ആദരവിലുമാണ്. ആഗോള ആത്മീയ നേതാക്കളെയോ വിശുദ്ധരെയോ അപമാനിക്കുന്നതിലല്ല. ജ്ഞാനവും ഐക്യവും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായും കർദിനാൾ ആന്റണി പൂള കൂട്ടിച്ചേർത്തു. ലോക സമാധാനത്തിനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് ഇന്ത്യയിലെ എല്ലാ ക്രൈസ്തവരോടും CBCI ആഹ്വാനം ചെയ്തു. യുദ്ധബാധിത പ്രദേശങ്ങളെ സുഖപ്പെടുത്താനും എല്ലാ സമൂഹത്തിലേക്കും ഐക്യം കൊണ്ടുവരാനും ദൈവാനുഗ്രഹം തേടി നമുക്ക് ഹൃദയങ്ങൾ ഒന്നിപ്പിക്കാമെന്നും CBCI വിശ്വാസി സമൂഹത്തോട് ആഹ്വാനം ചെയ്തു. നാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്.